യെസ്, കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുകയുണ്ടായി. അപ്പോൾ HR കുറേ ചോദ്യങ്ങൾക്കപ്പുറത്ത് എന്താണ് സാലറി എക്സ്പെക്റ്റേഷൻ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും കാൻഡിഡേറ്റ് ഒരു ഫിഗർ പറഞ്ഞു. ഡെഫിനറ്റ് ആയിട്ടും എൻ്റെ മനസ്സിൽ ഇത്ര കാശ് കിട്ടണമെന്ന് ഉണ്ടാകണം. പക്ഷെ അതിന് മറ്റൊരു വേർഷനും കൂടെ പറയേണ്ടതുണ്ട്. കാരണം ഒരു ഫിഗർ നമ്മൾ പറയുമ്പോൾ ആ ഫിഗറിന് ഈക്വലൻ്റ് ആയിട്ട്, അതായത് ഒരു സ്ഥാപനത്തിൽ നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ നമ്മളൊരു ഫിഗർ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 4 ഇരട്ടി നമ്മളിലൂടെ ആ സ്ഥാപനത്തിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞാലാണ് ആ സ്ഥാപനം നമുക്ക് ആ ഫിഗർ തരുള്ളൂ. അപ്പം ഒരു ഫിഗർ പറയുമ്പോൾ ആ ഫിഗറിന് ഈക്വലൻ്റ് ആയിട്ട് എൻ്റെ കയ്യിൽ കൊടുക്കാനുണ്ടോ എന്നൊന്ന് ആസ് എ ഫ്രഷർ ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ അഡ്വൈസ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാനൊക്കെ ഗ്രൂം ചെയ്ത് അങ്ങനെയാണ്. അതായത് ഒരു ജോബിലേക്ക് പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു ഫ്രഷ് ജോബാണെങ്കിൽ, എന്ത് എനിക്ക് കിട്ടുന്നു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എന്ത് ഞാൻ തരാൻ പറ്റും എന്ന് പറയാൻ പറ്റുന്ന വിധത്തിലേക്ക് നമ്മൾ വളരണം. ഈ പുതിയ പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സ്, നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വളരെ ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും, ഇന്ന കാര്യങ്ങൾ ഞാൻ സെല് ചെയ്യാം, ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം എന്ന് പറയാൻ പറ്റുന്നത്. അതിന് കമ്പനിക്ക് എന്താണ് തരാൻ കഴിയുക അത് തരട്ടെ എന്ന മട്ടിൽ എൻ്റെ കയ്യിൽ ഇന്ന കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ തരാൻ തയ്യാറാണ് എന്ന വിധത്തിൽ പ്രസന്റ് ചെയ്യാനുള്ള, എനിക്ക് ഇത്ര കാശ് സാലറി തരണം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് 80% എൻ്റെ കയ്യിൽ ഇന്ന കാര്യങ്ങളുണ്ട്, അത് ഞാൻ 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തേക്ക് തരാം എന്ന് പറയുന്ന ഒരു പ്രോമിസ് ആണ് പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സ് ഒരു HR മുന്നിലിരിക്കുമ്പോൾ പ്രസന്റ് ചെയ്യേണ്ടത്. അത്തരത്തിലേക്ക് നമ്മൾ ഗ്രൂംഡ് ആകണം എന്ന് യങ്സ്റ്റേഴ്സിനോട് എനിക്ക് എൻ്റെ ഇത്ര കാലത്തെ എക്സ്പീരിയൻസിനോട് പറയേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ. ശരിയല്ലേ?